ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കാമോ? മനസ്സ് നിറയെ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളോട്, അതല്ലെങ്കിൽ എത്ര പേരോട് നമുക്ക് നന്ദി പറയാൻ സാധിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് നമുക്ക് നല്ലൊരു പുഞ്ചിരി സമ്മാനമായി നൽകാൻ സാധിച്ചിട്ടുണ്ട്? ഓർക്കുന്നില്ലല്ലേ? നമുക്ക് ഇന്നും ഒരു നല്ല സുപ്രഭാതം നൽകിയ പ്രപഞ്ച ശക്തിയോട്, ഈ ഒരു മനോഹരമായ പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ സൃഷ്ടാവിനോട്, ഇതുവരെയും ഈ ഒരു രാവിലെയും നമുക്ക് നമ്മുടെ ശ്വാസം നിലനിർത്തി തരുന്ന പ്രപഞ്ചശക്തിയോട് ഇതുവരെയെങ്കിലും നമുക്ക് നന്ദി പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഇതുവരെയും ഇന്നും ഇനിയും നാം കഴിക്കുന്ന ഭക്ഷണത്തോട്, നാം കുടിക്കുന്ന വെള്ളത്തോട് നമുക്ക് നന്ദി കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അത് കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കുവാനും, അത് ദഹിച്ചാൽ അതിൻ്റെ മാലിന്യങ്ങൾ പുറത്തു കളയുവാനുമുള്ള ആ ഒരു സംവിധാനം നമുക്ക് ഒരു തടസ്സവുമില്ലാതെ ഒരുക്കിത്തന്ന ഈ പ്രപഞ്ചശക്തിയോട് നമുക്ക് നന്ദി പറയാൻ കഴിയണം. ഇതുവരെ നമുക്ക് ഭക്ഷണം കഴിക്കുവാൻ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ നാം പോകുന്ന കടക്കാരോടും ആ സാധനങ്ങൾ കൃഷി ചെയ്ത കർഷകരോട് പോലും നാം നന്ദി പറയാൻ കടമപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അഹങ്കാരമായി കരുതുന്ന നമ്മുടെ ധനവും നമ്മുടെ സമ്പത്തിനോടും നാം നന്ദിയുള്ളവരാകണം. അങ്ങനെ നോക്കിയാൽ നമുക്ക് എല്ലാത്തിനോടും നന്ദി പറയേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടും, നമ്മുടെ വാക്കുകളോടും, നമ്മുടെ എല്ലാ കാര്യങ്ങളോടും നാം നന്ദിയുള്ളവരാകൾ അത്യാവശ്യമാണ്. എങ്കിൽ നമ്മളും ആ ഒരു നന്ദി നൽകാൻ തയ്യാറാകണം. നന്ദി എന്നത് ജീവിതത്തിലെ ഏറ്റവും തെളിമയാർന്ന ഒരു വാക്കാണ്. ചുറ്റുമുള്ളവരോടും, തന്നിലേക്ക് സ്വന്തമായും സ്വന്തം ചെയ്യുന്ന കാര്യങ്ങളോടുമൊക്കെ നന്ദി പറയണം. എൻ്റെ ഈ ഓരോ വാക്കുകളും ശ്രവിക്കുന്ന, ഓരോ ദിവസവും ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ സാധിക്കുന്നതിലും അതിനൊരു സാഹചര്യം ഒരുക്കി തന്ന ഈ പ്രപഞ്ച സംവിധാനത്തിനോടും സൃഷ്ടാവിനോടും ഞാൻ നന്ദിയുള്ളവനാണ്. നന്ദി, നന്ദി, നന്ദി.